ദ ഗ്രേറ്റസ്റ്റ് ഡിസാസ്റ്റർ ഓഫ് ദി സെഞ്ചുറി. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ലോകരാജ്യങ്ങൾ സിറിയൻ തുർക്കി ഭൂകമ്പത്തെ വിശേഷിപ്പിക്കുന്നത്. ഫെബ്രുവരി 6-നാണ് ലോകത്തെ നടുക്കിയ കുട്ടികളും മുതിർന്നവരുമടക്കം 20,000-ലധികം പേർ മരിക്കാനിടയായ ഭൂകമ്പം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി. 1999 ശേഷം തുർക്കി സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ഭൂകമ്പം കൂടിയാണിത്. തുർക്കിയിലും മറ്റു പ്രദേശങ്ങളിലും ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭൂകമ്പത്തിന്റെ തീവ്രത കൂടുമ്പോഴാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് ഭൂകമ്പത്തിന്റെ പ്രധാന കാരണം? നമുക്കൊന്ന് പരിശോധിക്കാം. ഭൂകമ്പം അല്ലെങ്കിൽ ഭൂചലനം ഭൂമിയിലെ ഉള്ളിലുള്ള ഊർജം പുറത്തു വരുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. ഭൂമിയുടെ ക്രസ്റ്റ് പല പ്ലേറ്റുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ഉരസൽ, കൂട്ടിയിടി, പ്ലേറ്റുകളുടെ അകന്നുപോക്ക് തുടങ്ങിയവ കൊണ്ട് ഭൂകമ്പം ഉണ്ടാകാം. ഭൂകമ്പത്തെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാന ടെക്നിക്കൽ ടേംസ് ആണ് ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ. എവിടെ നിന്നാണോ ഭൂമി ഊർജം പുറന്തള്ളുന്നത് ആ പോയിന്റിനെയാണ് ഫോക്കസ് എന്നും ഫോക്കസിന് തൊട്ട് മുകളിൽ ക്രസ്റ്റിലുള്ള പോയിന്റിനെയാണ് എപ്പിസെന്റർ എന്നും പറയുന്നത്. ഒരു ഭൂകമ്പം എത്രത്തോളം ഭീകരമാണ് എന്നത് അതിലെ ഫോൾട്ട് ലൈനിനെ അഥവാ വിള്ളലിനെ ആശ്രയിച്ചിരിക്കും. വിള്ളൽ എത്രത്തോളം ആഴമുള്ളതാണോ അതിനനുസരിച്ച് ഭൂകമ്പത്തിന് തീവ്രത കുറയും. ആഴം കുറയുമ്പോൾ തീവ്രത കൂടും. തുർക്കിയിലെ നൂർബാഗി നഗരത്തിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ കിഴക്കൻ അനറ്റോളിയൻ ഫോൾട്ടിൽ 18 കിലോമീറ്റർ താഴ്ചയിലാണ് 2023-ലെ ഭൂകമ്പം ആരംഭിച്ചതായി കണക്കാക്കുന്നത്. സൗത്ത് ഈസ്റ്റേൺ തുർക്കിയിലെ ഗസിയ ടാപ്പിലാണ് 7.8 മാഗ്നിറ്റ്യൂഡിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനു ശേഷം 7.5 മാഗ്നിറ്റ്യൂഡിൽ രേഖപ്പെടുത്തിയ അടുത്ത ഭൂകമ്പം ഉണ്ടായത് വെറും 12 മണിക്കൂറിനുള്ളിലാണ്. തുർക്കിയിലെ ഈ ഭൂകമ്പം ഭീകരമാവാൻ കാരണം തുർക്കിയിലെ ഈസ്റ്റ് അനറ്റോളിയൻ ഫോൾട്ട് എന്നത് ഒരു സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് ആയതുകൊണ്ടാണ്. 2 സോളിഡ് റോക്ക് പ്ലേറ്റുകൾക്കിടയിലെ ഫോൾട്ട് ലൈൻ വെർട്ടിക്കലി നിൽക്കുകയും അവ തമ്മിൽ ഉരസൽ പോലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നതിനു പുറമെ അവ പരസ്പരം തള്ളുന്നതിനാൽ ശക്തമായ മർദ്ദമുണ്ടാവുന്നു. ഇതാണ് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. തുർക്കി ഭൂകമ്പത്തിന്റെ തീവ്രത ഒന്നുകൂടി മനസ്സിലാക്കുന്നതിനു വേണ്ടി നമുക്ക് കുറച്ച് ചരിത്രം നോക്കാം. US ജിയോളജിക്കൽ സർവേയുടെ കണക്കിൽ ഈ ഭാഗത്ത് റിക്ടർ സ്കെയിലിൽ 6-ന് മുകളിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം ആകെ 3 തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 1822-ൽ ഈ ഭാഗത്തുണ്ടായ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 7.0 രേഖപ്പെടുത്തുകയും ഏകദേശം 20,000 ആളുകൾ മരണപ്പെടുകയും ഉണ്ടായി. 2016 സെന്റർ ഇറ്റലിയിൽ ഉണ്ടായ 6.2 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം 300-ലധികം പേരുടെ മരണത്തിനു കാരണമായി. തുർക്കി സിറിയ ഭൂകമ്പത്തിലെ ഊർജം ഇതിന്റെ 250 മടങ്ങാണ്. ഇതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം തുർക്കിയിലെ ഭൂകമ്പത്തിന്റെ തീവ്രത എത്രത്തോളം ആയിരിക്കുമെന്ന്. തീവ്രത കൂടാൻ മറ്റൊരു കാരണം അതിന്റെ ആഫ്റ്റർ ഷോക്കുകളാണ്. അതായത് ഭൂകമ്പം മൂലം ഉണ്ടായ പ്രഷർ ബാലൻസ് ആവുന്നതുവരെ ഭൂചലനം ക്രമരഹിതമായി ആവർത്തിക്കുന്നതാണ്. 1822-ലെ ഭൂകമ്പത്തിന്റെ ആഫ്റ്റർ ഷോക്ക് അവർക്ക് നേരിടേണ്ടി വന്നത് അടുത്ത വർഷം കൂടിയാണ്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ തുർക്കിയിലെ ഭൂകമ്പം ഇനിയും അവസാനിച്ചിട്ടില്ല. ഈ ഭൂകമ്പം മൂലം തുർക്കി സിറിയ രാജ്യങ്ങൾക്കുണ്ടായ ആൾനാശവും നാശനഷ്ടവും ഭീകരമാണ്. കാശ്മീർ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇന്ത്യയും തുർക്കിയും അത്ര സ്വരച്ചേർച്ചയിൽ അല്ലെങ്കിലും ഇത്തരമൊരു ദുരിതം നേരിട്ട തുർക്കിക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും മറ്റ് ആവശ്യ സാധനങ്ങളും ആദ്യം എത്തിച്ചത് നമ്മുടെ ഇന്ത്യയാണ്. നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിക്കാനും ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് റിക്ടർ സ്കെയിലിൽ 7-ൽ കൂടുതൽ രേഖപ്പെടുത്തുന്ന ഭൂകമ്പങ്ങൾ. ഭൂകമ്പത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് നേരിടാൻ സാധ്യമല്ല. മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഫലപ്രദമല്ലെന്നാണ് സമീപകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്.